എല്ലാവർക്കും നമസ്കാരം. പി ചന്ദ്രകുമാർ എന്ന് പേരുള്ള സംവിധായകൻ്റെ ആദിപാപം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് മിക്കവാറും എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ പ്രമേയപരമായൊരു പ്രത്യേകതയും അതിൻ്റെ ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ സിനിമാ മാധ്യമം എന്ന രീതിയിലല്ല, മറ്റൊരു രീതിയിലുള്ള അതിൻ്റെ ആവിഷ്കാരപരമായിട്ടുള്ള ഒരു ധിക്കാരവുമാണ് ആ സിനിമയെ ഇന്നും ആളുകളെ, പ്രധാനമായും യുവാക്കളെ ഉറപ്പിക്കുന്നത്. അതിൽ വലിയ ധിക്കാരം എന്ന് പറഞ്ഞാൽ അഭിലാഷ എന്നു പേരുള്ള പുതുമുഖ നടി പരിപൂർണ നഗ്നയായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചു. ഈ നഗ്നയുടെ അനാവൃത ശരീരം കാണാനായിട്ട് യുവാക്കൾ ഇടിച്ചു തള്ളി തിയേറ്ററിൽ കയറിയത് ഈ സിനിമയെ വമ്പൻ ബോക്സ് ഓഫീസ് ഹിറ്റാക്കി. വലിയ കുറ്റമൊന്നും അതിൽ പറയാൻ കഴിയില്ല, കാരണം ആ പ്രമേയത്തിന് ആവശ്യമുള്ളതായിരുന്നു അത്തരം നഗ്നത. ഈ അഭിലാഷ് എന്ന് പറഞ്ഞ നടിയാണ് അത് അഭിനയിച്ചത്. ആ കുട്ടി ജീവിതം വലിയ ധിക്കാരം, വലിയ ഒരു ധീരത തന്നെയാണ്. ആ പ്രമേയം ആദത്തിൻ്റെയും ഹവ്വയുടെയും ബൈബിൾ കഥയാണ്. ഈ ബൈബിൾ കഥ എല്ലാവർക്കും അറിയാം. ഏദൻ എന്ന് പറഞ്ഞ തോട്ടത്തിൽ ആദത്തെയും ഹവ്വയെയും ദൈവം ഏദം പാലിക്കാനായിട്ട്, ഏദത്തെ നോക്കാനായിട്ട് ഏൽപ്പിക്കുകയും ഒരു മരം ചൂണ്ടിക്കാണിച്ച് ആ വൃക്ഷത്തിലെ കനി മാത്രം തിന്നരുതെന്ന് പറയുകയും ചെയ്തു. എന്നാൽ പാപത്തിൻ്റെ സന്തതിയായ സർപ്പമാവട്ടെ പ്രത്യക്ഷപ്പെട്ട് ആ കനി തിന്നുവാൻ ഹവ്വയെ പ്രലോഭിപ്പിക്കുകയും ഹവ്വ സ്വയം തിന്നുകയും ആദത്ത് കൊണ്ട് തീറ്റിക്കുകയും ചെയ്തു. അങ്ങനെ ഏദനിൽ നിന്ന് അവർ തിരസ്കൃതരായി എന്നുള്ളതാണ് കഥ. ആ കഥയെ ആവിഷ്കരിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. പക്ഷെ പ്രമേയപരമായിട്ട് പുതുമ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എൻ്റെ കാരണം എന്താണെങ്കിൽ ഈ വിഷയം വേൾഡ് സിനിമയിൽ ധാരാളമായിട്ട് ആദം ആൻഡ് ഈവ്സ് സിനിമകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ തന്നെ സത്യൻ നായകനായിട്ട് ഭാര്യ എന്ന് പറയുന്ന സിനിമയിൽ ഈ കഥ ആവിഷ്കരിക്കുന്നുണ്ട്, പരിപൂർണമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്, ഒരു നാടകത്തിൻ്റെ രീതി. അതിൻ്റെ കേന്ദ്ര പ്രമേയവും അത് തന്നെയാണ്. അധ്യാപകനായ സത്യൻ നായകനാകുന്ന അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥിനിയോട്, മാതൃസുന്ദരിയായ വിദ്യാർത്ഥിനിയോട്, ഗ്രേസി എന്നാണ് ആ ഭാഗം അഭിനയിച്ച നടിയുടെ പേര്, വിദ്യാർത്ഥിനിയോട് തോന്നുന്ന അഭിലാഷവും കാമാസക്തിയുമാണ് ആ സിനിമയുടെ കേന്ദ്ര പ്രമേയം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ പറയാം. നമസ്കാരം.